സോ ഇതൊരു പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ്റെ പിക്ചറാണ്. നോക്കിയേ, അതിൽ ഇതാണ് നമ്മുടെ പെൻറ്റോസ് ഷുഗർ. ഇതൊക്കെ പെൻറ്റോസ് ഷുഗറുകളാണ്. ഓരോ ന്യൂക്ലിയോടൈഡ് 1 by 1 ആഡ് ചെയ്തിട്ടുള്ള പിക്ചറാണ്. ഈ പറഞ്ഞ ATGC അഡെനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ഇതൊക്കെ എന്താണ്? നൈട്രോജീനസ് ബേസുകളാണ്. അഡെനിൻ നൈട്രോജീനസ്. സോ പെൻറ്റോസ് ഷുഗർ, അതിൻ്റെ നൈട്രോജീനസ് ബേസ്, നൈട്രജൻ ബേസ്, അതിൻ്റെ 5 പ്രൈം എൻഡിലുള്ള CH2, അതാണ് CHH. ഇത് സ്പ്ലിറ്റ് ചെയ്ത് കാണിച്ചേക്കണം. നമ്മൾ ഇത്ര നേരം CH2 എന്നാണ് പറഞ്ഞത്, അത് സ്പ്ലിറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് CHH. പിന്നെ അവിടെ കാണുന്ന ആ ഫോസ്ഫേറ്റ് മോയിറ്റ് ഫ്രീ ആണ്. സോ 5 പ്രൈം എൻഡിൽ 5ാമത്തെ കാർബൺ ആറ്റത്തിൻ്റെ അവിടെ ഈ പറഞ്ഞ ഫോസ്ഫേറ്റ് മോയിറ്റ് ഫ്രീ ആണ്. അതുപോലെ ഒരു ന്യൂക്ലിയോടൈഡിൻ്റെ അവസാനം എടുത്ത് നോക്കുമ്പോൾ അവിടെ അതിൻ്റെ 3 പ്രൈം എൻഡിൽ 3ാമത്തെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും ഫ്രീ ആണ്. സോ 3 പ്രൈം എൻഡ് ഫ്രീ ആണ്, 5 പ്രൈം എൻഡ് ഫ്രീ ആണ്. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞ ഒരു ന്യൂക്ലിയോടൈഡ്, ഇത്രയും അടങ്ങിയത് ഒരു ന്യൂക്ലിയോടൈഡ്. ഷുഗർ, നൈട്രോജനസ് ബേസ്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഈ ന്യൂക്ലിയോടൈഡ് അടുത്ത ന്യൂക്ലിയോടൈഡായിട്ട് ജോയിൻ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞിവിടെ എസ്റ്റർ ബോണ്ട് ഫോം ചെയ്യുന്നു. അതേപോലെ അതിൻ്റെ നൈട്രോജനസ് ബേസ്, പെൻറ്റോസ് ഷുഗർ, അതിൻ്റെ 5 പ്രൈം കാർബൺ ആറ്റം. സോ ഇതിൻ്റെ 3ാമത്തെ, ഈ പറഞ്ഞ ആദ്യത്തെ ന്യൂക്ലിയോടൈഡിൻ്റെ 3ാമത്തെയും ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഫ്രീ ആയുള്ള 3ാമത്തെയും 2ാമത്തെ ന്യൂക്ലിയോടൈഡിൻ്റെ 5ാമത്തെ പൊസിഷനുമായിട്ട് ജോയിൻ ചെയ്യുന്നു. 3, 5. വീണ്ടും 2ാമത്തെ ന്യൂക്ലിയോടൈഡിൻ്റെ 3ാമത്തെ പൊസിഷനും 3ാമത്തെ ന്യൂക്ലിയോടൈഡിൻ്റെ 5ാമത്തെ ഫോസ്ഫേറ്റ് കാർബൺ ആയിട്ടുള്ള ഫോസ്ഫേറ്റ് ഗ്രൂപ്പായിട്ട് ജോയിൻ ചെയ്യും, എസ്റ്റർ ബോണ്ട്. അടുത്തത് 3ാമത്തെ ന്യൂക്ലിയോടൈഡിൻ്റെ 3ാമത്തെ പൊസിഷൻ, 4ാമത്തെ ന്യൂക്ലിയോടൈഡിൻ്റെ 5ാമത്തെ. സോ 3 പ്രൈം 5 പ്രൈം, 3 പ്രൈം 5 പ്രൈം, 3 പ്രൈം, ഇതിൻ്റെ 5 പ്രൈം. അങ്ങനെ ഓരോ ന്യൂക്ലിയോടൈഡും 1 by 1 ആയിട്ട് ആഡ് ചെയ്ത് എന്തായി പോളി ന്യൂക്ലിയോടൈഡ് ആയിട്ട് മാറുന്നു. ഇതൊരു പോളി ന്യൂക്ലിയോടൈഡ്. ഇത് ഒരു സ്ട്രാൻഡ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇനി നോക്കുകയാണെങ്കിൽ ഇതുപോലെ അപ്പുറത്തൊരു സ്ട്രാൻഡും കൂടി വരുമ്പോൾ അതെന്തായി? ഡബിൾ സ്റ്റാൻഡ് DNA. ഇത് ഒരു സിംഗിൾ സ്ട്രാൻഡ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അഡെനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ 4 നൈട്രോജൻ്റെ സ്പേസും ഓരോ ന്യൂക്ലിയോടൈഡും അവർ ഫോസ്ഫേറ്റ് മോയിറ്റുമായിട്ട് അറ്റാച്ച് ചെയ്തുള്ള കണക്ഷനുമായിട്ട് കാണിച്ചു. ഇത്രയേ ഉള്ളൂ ഓർക്കേണ്ടത്. 5ാമത്തെയും 3ാമത്തെയും എൻഡ് ഒരു ന്യൂക്ലിയോടൈഡിൻ്റെ ഫ്രീ ആണ്. ഒരു ന്യൂക്ലിയോടൈഡിൻ്റെ 3ാമത്തെ കാർബൺ ആറ്റത്തിൻ്റെ കൂടെയുള്ള ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും 2ാമത്തെ ന്യൂക്ലിയോടൈഡിൻ്റെ 5ാമത്തെ എൻഡിലുള്ള 5 പ്രൈം എൻഡിലുള്ള കാർബൺ ആറ്റത്തോടു കൂടിയുള്ള ഫോസ്ഫേറ്റ് ഗ്രൂപ്പും തമ്മിൽ ജോയിൻ ചെയ്ത് അവിടെ എസ്റ്റർ ബോണ്ട് ഉണ്ടാവുന്നു. ഓൾറെഡി ന്യൂക്ലിയോടൈഡിൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഫോം ചെയ്യാനായിട്ട് എസ്റ്റർ ബോണ്ട് ഉള്ളതുകൊണ്ട് നമ്മളിതിനെ ഡൈ എസ്റ്റർ എന്ന് പറയുന്നു. 2 ഫോസ്ഫേറ്റ് ഗ്രൂപ്പുമായിട്ടാണ് എസ്റ്റർ ബോണ്ട് ഫോം ചെയ്തുകൊണ്ട് ഫോസ്ഫോ ഡൈ എസ്റ്റർ ബോണ്ട് എന്ന് ഫോം ചെയ്യുന്നു. ഇതാണ് പോളിന്യൂക്ലിയോടൈഡ് ചെയിനിൻ്റെ പിക്ചർ.